വ്ളോഗ് കാണും മുമ്പേ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇപ്പോഴല്ലേ അവളൊരു മദേഴ്സ് ഡേ വ്ളോഗ് ഇട്ട് പിന്നെ എന്തുവാ വീണ്ടും മദേഴ്സ് ഡേ. ശരിക്കും ഞാൻ മദേഴ്സ് ഡേ വ്ളോഗ് എടുത്ത ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ മദേഴ്സ് ഡേ അന്നാണ് എടുത്തത്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ മദേഴ്സ് ഡേ എന്ന്. അപ്പോൾ ലിയൻ്റെ പപ്പയും നമ്മൾ എനിക്ക് കുറച്ച് എന്തൊക്കെയൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യെസ്, സ്പൈഡർമാൻ. അതുമാത്രമല്ല അതിൻ്റെ കൂടെ നമുക്കിന്ന് ഫോട്ടോ ഷൂട്ടും ചെയ്യാനുണ്ട്. സോ നിങ്ങൾ വ്ളോഗ് കണ്ട് നോക്കുക. സ്റ്റാർബക്സിൻ്റെ $50 ഗിഫ്റ്റ് കാർഡും ആമസോണിൻ്റെ $100 ഗിഫ്റ്റ് കാർഡാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇഷ്ടമുള്ള നമ്പർ ഇടാം. കുറച്ച് കാര്യങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വ്ളോഗിൽ പറയത്തില്ല, കാരണം എൻ്റെ ഫസ്റ്റ് വ്യൂവർ യോജിയാണ്. കിട്ടുന്ന പൈസ നാട്ടിൽ വന്നാൽ നമുക്ക് മന്ത്ലി ഇൻകം 18 മാസത്തേക്കെങ്കിലും സെറ്റാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോയിട്ട് പൈസ കിട്ടുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ്. ഒന്നാമത് കൂടി കുഞ്ഞും കൂടിയാണ്. ഞാൻ ആകെ സ്ട്രെസ്സായപ്പോൾ ഇന്നലെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. യോജി പിള്ളേരെല്ലാം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ മദേഴ്സ് ഡേ ആണ് എന്ന് പറഞ്ഞ് വീട്ടുപണിക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും പണിയെടുക്കുമ്പോഴും മോളെ കാണാൻ വേണ്ടിയിട്ടൊരു ക്യാമറ ഉണ്ട്. ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ മദേഴ്സ് ഡേ ആണ്. അപ്പോൾ രാവിലെ എണീച്ചു നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നമ്മൾ പാക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അനദർ ഗുഡ് ന്യൂസ് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ മെറ്റേണിറ്റി ലീവ് ഞാൻ 12 months അല്ലെങ്കിൽ നമുക്ക് 18 months എടുക്കാൻ പറ്റും. 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം എടുക്കാൻ പറ്റും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 30 days വരെ ഉണ്ടാകും. ഞാൻ 12 monthsനാണ് അത് അപ്ലൈ ചെയ്തത്. 30th വരെ ഉണ്ട്. കൊച്ചു ജനിച്ച് 30 ദിവസം വരെ ഉണ്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഇനി 18 മാസം ലീവാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ രാവിലെ അപ്രൂവൽ വന്നതേ ഉള്ളൂ. സോ ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ എന്തായാലും 18 മാസം ലീവാണ്, പെയ്ഡ് ലീവാണ്, ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ്. പിന്നെ യോജിയുടെ വർക്ക് പെർമിറ്റും PR കാര്യങ്ങളും ഒരുവിധം അപ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ യോജിയുടെ മറ്റേ ഇതും അപ്ലൈ ചെയ്തായിരുന്നു. അതായത് അമ്മയ്ക്ക് 35 weeks പ്ലസ് മൊത്തം 52 weeks എന്തോ എടുക്കാൻ പറ്റും. പിന്നെ ഒരു 6 week അങ്ങനെ എന്തോ ആണ്. കറക്റ്റ്ലി എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എടുക്കുന്നതിന് ശേഷമുള്ള 5 or 6 ആഴ്ച ഹസ്ബൻഡിന് എടുക്കാൻ പറ്റും ലീവായിട്ട്. അതും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. സോ യോജിക്കും 6 week പേ ഉണ്ട്. അപ്പോൾ അതിനുശേഷം നാട്ടിൽ പോയി എന്തായാലും നമുക്ക് ഈ മെറ്റേണിറ്റി ലീവിൽ ഇവിടെ കിട്ടുന്ന പൈസ നാട്ടിൽ വന്നാൽ നമുക്ക് മന്ത്ലി ഇൻകം 18 മാസത്തേക്കെങ്കിലും സെറ്റാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ നമുക്ക് ജോലിക്ക് പോയിട്ട് പൈസ കിട്ടുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ റൂമൊക്കെ ഇതിൻ്റെ അടിയിലുള്ള ബെഡിൻ്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി അങ്ങനെ കുറേ പാക്കിങ്ങും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ഇവിടെ ഇന്നലെ മൊത്തവും നമ്മുടെ സ്റ്റോറേജ് റൂം മൊത്തം സെറ്റാക്കുമായിരുന്നു. അപ്പോൾ പെട്ടിയൊക്കെ പതുക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഷൂസ് അധികമുണ്ട്. അതൊന്ന് നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഇട്ട് വിൽക്കാൻ പോവുകയാണ്. ആ സമയം കിട്ടുമ്പോൾ ചെയ്യാം. പിന്നെ അതാ എൻ്റെ കുറച്ച് ഡ്രസ്സസ് ഇന്നലെ ഇട്ട് നോക്കിയത് അതിൻ്റെ അകത്തിരിപ്പുണ്ട്. അതൊന്ന് ഒതുക്കി വെക്കണം. ബട്ട് ഇതാണ് നമ്മുടെ സ്റ്റോറേജ് റൂം. ഇത്രയും നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുത്തു. ബട്ട് അങ്ങനെ നടക്കുള്ളൂ. ഇനി നമ്മുടെ ഹോളിന് മോടുക ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ചെറിയൊരു മെസ്സുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് പ്ലേസ് ഇട്ടേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാർ എടുക്കാൻ വേണ്ടി വരാതിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ പെട്ടിയും മോളുടെ കാർ സീറ്റും പിന്നെ ഒരു ആമസോൺ പാഴ്സലും. ഇതാണ് ഈ ഹോള് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മോളിവിടെ ഇറങ്ങുക. കഴിഞ്ഞ് നമുക്ക് സെല് ചെയ്യാനുള്ള സാധനങ്ങളില്ലേ, അത് നമുക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ. നമുക്കിപ്പോൾ മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവൻ കളിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇനി ആകെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലിയാൻ്റെ റൂമാണ്. അത് ഞാൻ ഒന്നും ഇപ്പോൾ കാണിക്കുന്ന പോലും ഇല്ല, കാണിക്കാനുള്ള കഴിവ് പോലും ഇല്ല. അങ്ങനെ മദേഴ്സ് ഡേ ആണ് എന്ന് പറഞ്ഞ് വീട്ടുപണിക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ബെൽറ്റ് എന്തിനാന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ, എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ലാസ്റ്റ് 1.5 മാസം ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ചെറിയൊരു കൂണൽ വന്നായിരുന്നു. അപ്പോൾ കൈറോപ്രാക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്ത
മറക്കാതെ ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് സപ്പോർട്ട് ബെൽറ്റ് മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഇട്ടുകൊണ്ട് ഞാൻ ഇച്ചിരി ആ ഒരു ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. ആ കൂനലൊന്ന് നല്ല രീതിക്ക് മാറി. ദിവസം ഒരു കുറച്ച് നേരത്തെ കിട്ടാൽ മതി. ബട്ട് ലോണ്ട്രി 2 ലോണ്ട്രി മെഷീൻ ഫ്രീ ആണ്. ലോണ്ട്രി ഇട്ടിട്ട് പോകണം. യോജി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓടി വന്നതാണ്. മിക്കവാറും ചോദിക്കും ഞാൻ വരണവരെ വെയിറ്റ് ചെയ്യാത്ത എന്താണ്. പക്ഷേ ഇപ്പോൾ ലിയാനെ കൊണ്ട് യോജി കടയിൽ എന്തോ സാധനം മേടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മീറ്റൊക്കെ തീരാറായി. സോ ഞാൻ വിചാരിച്ചു ഞാൻ ലോണ്ട്രി ഇങ്ങനെ ചെയ്യാം. അങ്ങനെ പാത്രവും കഴുകി ഫുഡും ബ്രേക്ക്ഫാസ്റ്റും യോജി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ലോണ്ട്രി ചെയ്യാമെന്ന് കരുതി. എന്തെങ്കിലും പണിയെടുക്കുമ്പോഴും മോളെ കാണാൻ വേണ്ടിയിട്ടൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ ലിയാൻ അവളുടെ അടുത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇന്നലെ അവൻ ഒരു പരിപാടി കാണിച്ചായിരുന്നു. ഞാൻ കിച്ചണിൽ ഞാൻ ബീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി എന്തോ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെ എന്തിനോ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ കയറി ആ സാധനം ബീഫ് കട്ട് ചെയ്യാനല്ല കേട്ടോ, സിപ്പ് ലോക്ക് ബാഗ്, അതായത് നമ്മുടെ കട്ട് ചെയ്ത ബീഫ് എടുത്തെന്തോ പാത്രം എന്തോ ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി കയറിയതാണ്. കയറി ഇറങ്ങുന്ന സമയം ഒരു 30 സെക്കൻഡിനകത്ത് ലിയൻ എന്നോട് ഒന്ന് പറയുക, മമ്മി മുടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെന്ന്. ഇതിന് കത്രിക എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ആകെ സ്ട്രെസ്സായിപ്പോയി. അങ്ങനെ ഞാൻ ഇന്നലെ തന്നെ ഒരു ക്യാമറ സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എവിടെ പോയാലും എന്ത് ചെയ്താലും, ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു 10 സെക്കൻഡ് മതി ഈ പിള്ളേർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനേ. പൊടി കുഞ്ഞും കൂടിയാണ്. ഞാൻ ആകെ സ്ട്രെസ്സായപ്പോൾ ഇന്നലെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ചോദിച്ചു പിള്ളേരെല്ലാം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ക്യാമറ മേടിച്ച് നമ്മൾ ഒരു 30 സെക്കൻഡ് അത്ര സമയം എടുത്തോളൂ. കത്രിക എടുത്താൽ കൊച്ചിൻ്റെ മുടിയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ്. ഒന്നും പറയണ്ട, അവൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അവൻ വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വഴക്ക് പറഞ്ഞില്ല, അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇനി ഇങ്ങനെ ചെയ്യരുത്, കുഞ്ഞിൻ്റെ തല സോഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഞാൻ എവിടെ പോയാലും ലോണ്ട്രി ഒരു 50 അല്ല ഒരു 100 കൂടുതൽ തുണിയുണ്ട്, എന്നെയും കൊച്ചിനെ യോജിനെയും ലിയാൻ്റെ എല്ലാം കൂടെ. പക്ഷേ ഞാൻ ഇതില്ലാതെ ഞാൻ ഇനി ഒരിടത്തും അനങ്ങാറില്ല. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റി, ഇനി അത് പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ മദേഴ്സ് ഡേയുടെ തലേ ദിവസം തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിപ്പോയി. എനിക്കാണെങ്കിൽ ഈ ഹാർമോൺസ് എല്ലാം ഓക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് ഇവളെ മുടി വളർത്തണം എന്നായിരുന്നു ആഗ്രഹം. അത് വെട്ടിക്കളഞ്ഞ്. ബട്ട് ഇച്ചിരി അത്ര അവൾക്ക് ഒരുപാട് മുള്ളിയുള്ളതുകൊണ്ട് അധികം അറിയത്തില്ല. എന്നാലും അവൻ ചെയ്ത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. സോ എല്ലാ ലോണ്ട്രി ഇടാൻ പറ്റിയില്ല, ഇത്രയും ഇനി ബാക്കിയുണ്ട്. അത് ഞാൻ അടുത്ത ട്രിപ്പ് വന്നിടും. അതുവരെ ഞാൻ മേലിൽ കയറി പോവാം. അങ്ങനെ ലോണ്ട്രി പോയിട്ട് ഞാൻ തിരിച്ച് വന്നു. നീ എന്ത് ചെയ്യുമോ ലിയാൻ? ലോണ്ട്രി ചീത്ത അവിടെ നോണോ? ഓക്കെ, നീ എന്തെങ്കിലുമൊക്കെ ചെയ്. അപ്പോൾ നീ പോകുന്നുണ്ടോ? ഓക്കെ, ലോണ്ട്രി റൂമിൽ പോയി. ഇറ്റ്സ് ഓക്കെ. നീ രാവിലെ കുക്കൊക്കെ ചെയ്തില്ലേ? നീ ഇവനെയും കൊണ്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് തൈരും പിന്നെ വേറെ ചിക്കനോ വല്ലതും മേടിക്കണമെങ്കിൽ മേടിച്ചോ. ചിക്കൻ ഇരിപ്പുണ്ടോ? കൊഞ്ചിരിപ്പുണ്ട്. ബീഫും പോർക്കും എടുത്തോ. ഓക്കെ, നീ ഇവനെയും കൊണ്ടുപോ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടി ഒതുക്കാം. നീ ഇവനെയും കൊണ്ടുപോക്കോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം ഞാൻ വല്ലതും TV ഒന്നും കണ്ടുകൊണ്ടിരിക്കാവേ. നിങ്ങൾ പോയിട്ടോ. ഇത് വേണോ? ക്യാമറ വേണോ? ഓക്കെ, നീ എടുത്തോ. ഞാൻ ഇവിടെ സിനിമ കാണാൻ പോവാം. ഓക്കെ ഓക്കെ, ശരി ശരി. Which flower? You can pick one. This one. That one? And put this back. Okay, you want to give this to mom? This looks so beautiful. Okay. You can have only one. Put one back. And for me and one for mommy. ചുമ്മാ കള്ള രണ്ടും അവന് തിന്നാനാ. Wow. ഓക്കെ, അങ്ങനെ നമ്മൾ Wow. ഗ്രോസറി എല്ലാം വാങ്ങി പർച്ചേസ് കഴിഞ്ഞു. ഇനി തന്മയുടെ ഒരു പാഴ്സൽ എടുക്കാൻ വേണ്ടി പോകണം. ഞാൻ ഒരു 2-3 ദിവസമായി ഡെലിവേർഡ് ആയിട്ട് ഡെബിയുടെ അവിടെ. മദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. ആ ഗിഫ്റ്റ് എന്താ നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിനൊരു ബാഗ് എടുത്തിട്ടില്ല, അതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് ആദ്യമേ. അപ്പോൾ അതൊന്ന് കയറി വാങ്ങണം. അതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആള്
ഇതുകൊണ്ട് പോവാ. ഇതെല്ലാം നമ്മുടെ ഗാർബേജാണ് കളയാനുള്ളത്. Okay, go and give it to mama. Sure. For me. Thank you. It's so beautiful. It's red rose. It's my favorite. Does it match my dress? And the dress is cherunnando. Thank you. Yeah. ഇവളെ ഞാൻ റെഡി ആക്കുമായിരുന്നു. നമ്മള് ബ്രഞ്ചിന് പോണോണ്ടേ. ഇത് ഇവള് ഒരു ഷൂ എവിടെയോ ഊരി കൊണ്ട് കളഞ്ഞു. ഞാൻ വീട് തപ്പ ഒരിടം ബാക്കിയില്ല. അപ്പം അയ്യോ അപ്പം ഹാപ്പി മദേഴ്സ് ഡേ. ഓക്കെ, വെയിറ്റ് ഉണ്ടല്ലോ. ടൂൾ ബോക്സ് വല്ലോ. ഞാൻ ഒരു ടൂൾ ബോക്സ് മേടിച്ചു നിനക്ക്. എനിക്ക് വയ്യ വണ്ടിയതോടെ കൈ വീട്ടില്. ഇപ്പം എന്താണ് നിനക്ക് കാണാം? ഇത്രയും വെയിറ്റുള്ള സാധനം എന്തോടാ? അതൊക്കെ ഉണ്ട്. ഞാൻ പോയി ഡെബിയുടെ അടുത്ത് നിന്ന് പിക്ക് ചെയ്ത് പെട്ടെന്നൊരു ബാഗ് മേടിച്ചു. എനിക്ക് അത് റാപ്പ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അവനൊരു ചോക്ലേറ്റ് മേടിച്ചിട്ട് എനിക്ക് അന്നേരം അറിയായിരുന്നു അവൻ അവിടുന്ന് നെക്സ്റ്റ് ടു ദ മൈക്രോവേവ് വാങ്ങിയിട്ട്. ഓ, ഇതിന്റെ ലേബിളൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കണം. ഞാൻ എന്താന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. എല്ലാം ഒളിപ്പിച്ച് വെച്ചു. നീ എന്ത് വിചാരിച്ചു? ഇതൊക്കെ നാട്ടി എങ്ങനെ കൊണ്ടുപോകണം ഇത്ര വെയിറ്റ് ഉള്ള സാധനം? അതെങ്ങനെയാണ് കൊണ്ടുപോയാലേ നമുക്ക് കവർ എടുത്ത് കളഞ്ഞിട്ട് മാത്രം കൊണ്ടുപോവാ. താങ്ക് യു സോ മച്ച്. എന്തോ ഇത് മറ്റേ ഇതല്ലേ, സെക്കൻഡ് വൺ അല്ലേ ഇപ്പൊ ഇറങ്ങിയതല്ലേ? You got me another surprise. Thank you, Leah. You can share. അവൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് മേടിച്ചത്. അവൻ പാതി തിന്നു. അത് കുഴപ്പമില്ല. I'm still happy. It's so good. Actually, give me one piece. Let me try it. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ പോയാലോ? ഫുഡ് കഴിക്കാൻ പോകാം. ഞാൻ അമലിനെ വിളിക്കട്ടെ. ഓക്കെ, അമല വിളിച്ചോ. എങ്ങനെയുണ്ട്? ഓപ്പൺ ചെയ്യ്. ആദ്യം ഒരു ഉമ്മ ഇടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കുറെ നാളുകൊണ്ട് പറയുമല്ലേ. അത് നീ പാർട്ട് 2 മേടിച്ചിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പൈസ എല്ലാം തീർന്നു. ഇനി പൈസ ഇല്ല. ഈ വർഷത്തെ നീ ലാസ്റ്റ് ഗിഫ്റ്റ് അല്ലേ? ടിക്കറ്റ് നീ എടുത്തോണേ. കേട്ടില്ല. കേൾവിക്ക് ഒരു കുഴപ്പം. നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇത് പക്ഷേ നല്ലൊരു ബാഗല്ലേ? കിടിലൻ ബാഗടാ. നല്ല ബാഗാ. സാധനങ്ങളൊക്കെ മേടിക്കാൻ കൊള്ളാം. താങ്ക് യു ലിയാൻ. ഓക്കെ, ഇത് എനിക്ക് മിഠായി കൊണ്ടുവന്നു. ഇവർക്ക് ഞാൻ ഗാ തന്ന് പശു കറക്ക പോലെ കറക്കി. എന്റെ പൊന്നെ, വീഡിയോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇവർക്ക് മാറി വല്ലതും പോയോ ഈ സാധനം? ഡെബിയുടെ അപ്പൊ ഡെബിയുടെ അവിടെ ആണ് സാധനം ഓർഡർ ചെയ്ത് എന്നെ പറ്റിക്കുന്നതല്ലേ? ഞാൻ കെട്ടിടത്ത് പറഞ്ഞു, കെട്ടിട്ട് പാഴ്സൽ ഇടുന്നു. കെട്ടിടത്ത് വന്നു. ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഒരു ജസ്റ്റ് ഒരു ഹെയർ ഡ്രയർ ആണ്. ഇത്രയും വെയിറ്റ് ഉണ്ടോ ഇതിന് എന്ന് ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ മേടിക്കണ്ടല്ലോ. അങ്ങനെ മേടിച്ച സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. എനിക്കിപ്പോഴേ ഇഷ്ടപ്പെട്ട് തുടങ്ങി. എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി നല്ല ബൗൺസ് ആവുക. സോ ഇനി റെഡി ആവാം പുറത്ത് പോയി ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി കനേഡിയ ബ്രൂ ഹൗസിൽ. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് ഫ്രീ ബ്രഞ്ചാണ് മദേഴ്സിന് മാത്രം. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ പേ ചെയ്താൽ മതിയായിരുന്നു. സോ നല്ലൊരു മീലാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ബ്രഞ്ച് മെനു വേറെയാണ് ഇന്ന്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ കേസരിയും യോജി ഓർഡർ ചെയ്ത ചിക്കൻ വിങ്സ്. ഇവിടെ എണ്ണക്കളയാക്കി ഇരിപ്പുണ്ട് ഇങ്ങനെ ഭ്രാന്തരെ പോലെ. അമലും ലിയാനും പിസ്സയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, പാർസൽ ചെയ്ത് കൊണ്ടുവന്നു. വീട്ടിലെത്തി. ഇനി നമുക്ക് മേലിൽ കയറി പോകാം. മോള് എണീക്കുള്ള സമയമായി. പെട്ടെന്ന് പോകും. ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരുന്ന മേക്കപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോട്ടോഷൂട്ടാണ്.
അതുകൊണ്ട് ഞാൻ മുഖമൊക്കെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കാനുള്ള പരിപാടി നോക്കിയിട്ട് എല്ലാം ഊരി മുടിയും ഞാൻ ഹെയർ സ്റ്റൈൽ ഇച്ചിരി വേറെ പോലെ ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ 4 പേരുള്ള ഒരു ഫോട്ടോയും വീഡിയോയും ഇല്ല, കാരണം നമുക്ക് ഒറ്റയ്ക്ക് 4 പേരെ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ 2 ഫ്രണ്ട്സ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അശ്വതിയും അമലും പറഞ്ഞിട്ട്. അവർ നമ്മുടെ ഫുൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ബേബി ഷവർ ടൈമാണെങ്കിലും ഒരുപാട് അവർ ഹെൽപ്പ്, ലിയൻ്റെ ബർത്ത്ഡേക്ക് വരെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല 2 പേരെ കണ്ടിട്ടില്ല. ഇപ്പോൾ എബി, പാറു, പിന്നെ അമൽ, അശ്വതി, സാൻഡ്ര, അമീൻ, ഇവരെല്ലാവരും മുമ്പേ എനിക്ക് ഒരു നല്ല ഫ്രണ്ടാണ് ജിമ്മി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയും കല്യാണം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വൈഫും ഉണ്ട് ശില്പ. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ നല്ല ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിന് ശേഷമുള്ള വ്ളോഗെന്ന് വെച്ചാൽ ഞാൻ ലിയൻ്റെ കൂടെ വെളിയിൽ പോകുന്നതായിരിക്കും. ബട്ട് അതിനുശേഷം യോജിക്ക് അങ്ങനെ അറിയത്തില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വ്ളോഗിൽ പറയത്തില്ല, കാരണം എൻ്റെ ഫസ്റ്റ് വ്യൂവർ യോജിയാണ്. യോജിയുടെ സ്വന്തം യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് തന്നെ വ്യൂ ചെയ്യും. അതിന് ഞാൻ ഇതിലൊന്നും പറയത്തില്ല, ഒന്നും റിവീൽ ചെയ്തില്ല. ബട്ട് ബിഫോർ വി ഗോ ഹെഡ് ടു ദ ഷൂട്ട്, എനിക്കൊരു ഗിവ് അവേ ചെയ്യാൻ താല്പര്യമുണ്ട്. ബിക്കോസ് എനിക്ക് മദേഴ്സ് ഡേ ആയിട്ട് ഐ റിസീവ്ഡ് എ ഗിഫ്റ്റ്, ഡൈസൺ എയർ റാപ്പർ പാർട്ട് 2. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എപ്പം നമ്മൾ ചുമ്മാ ഈ ഫോണിൽ ടിക്ടോക്കും തേങ്ങയൊക്കെ കാണുമ്പോൾ നമ്മൾ പോയി കാണിക്കില്ലേ, ഇത് കൊള്ളാവോ അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചതാണ്. പിന്നെ എൻ്റെ പോസ്റ്റിന് മൊത്തം ഇത് വരുമായിരുന്നു. പിന്നെ ഞാൻ ഒന്നും മിണ്ടത്തില്ല, ഇച്ചിരി റേറ്റ് കൂടുതലല്ലേ, നമ്മളെന്തിനാ, ഞാൻ മാക്സിമം എല്ലാം ലിയാൻ അല്ലെങ്കിൽ കൊച്ചിന് വേണ്ടിയാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ യോജിക്ക് മേടിക്കുക. എനിക്ക് വേണ്ടി അങ്ങനെ കൂടിയൊന്നും സാധനം ഞാനായിട്ട് സ്വന്തമായിട്ട് മേടിക്കാറില്ല. സോ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് വല്ലാത്തൊരു നല്ല ഗിഫ്റ്റായിരുന്നു. സോ ഇറ്റ്സ് മൈ ടേൺ ടു ഗിഫ്റ്റ് 2 പീപ്പിൾ ഓൺ മദേഴ്സ് ഡേ. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ബിറ്റ്വീൻ നമ്പർ 1 to 50 നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, 1 to 50. അപ്പോൾ ഇതിൽ 2 നമ്പർ ഞാൻ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ റാൻഡംലി സെലക്ട് ചെയ്യും. അപ്പോൾ ഒരു തവണ എഴുതിയ നമ്പർ വീണ്ടും എഴുതാതിരിക്കാൻ നോക്കുക, കാരണം ഏറ്റവും ഫസ്റ്റ് ആരാണോ കമൻറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാനഡയിലായതുകൊണ്ട് വിത്തിൻ കാനഡ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ സ്റ്റാർബക്സ് ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഇത് 2 ഞാൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർബക്സിൻ്റെ $50 ഗിഫ്റ്റ് കാർഡും ആമസോണിൻ്റെ $100 ഗിഫ്റ്റ് കാർഡാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇഷ്ടമുള്ള നമ്പർ ഇടാം. അത് അടുത്ത വ്ളോഗിൽ, ഞാൻ മോനുമായിട്ട് വെളിയിൽ പോകുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ആരാണ് വിന്നറെന്ന്. അപ്പോൾ അവരെ ഞാൻ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്തിട്ട് ഞാൻ അവർക്ക് ആ ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഇത് ആണ് മദേഴ്സ് ഡേ സ്പെഷ്യൽ. എനിക്ക് ഗിഫ്റ്റ് റിസീവ് ചെയ്താൽ എനിക്ക് തിരിച്ച് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് ഫർഗെറ്റ് ടു കമൻറ്റ് ഗൈസ്. ബിറ്റ്വീൻ 1 and 50 ഇഷ്ടമുള്ള നമ്പർ കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡും സ്റ്റാർബക്സ് ഗിഫ്റ്റ് കാർഡും ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതവർക്ക് കൊടുക്കുകയും ചെയ്യും. ഈ ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ഫോട്ടോഷൂട്ടിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പോലെ. നമ്മൾ ഇതുവരെ 4 പേരും ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അമൽ, അശ്വതി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അയ്യോ ഓടിക്കല്ലേ, ഫോട്ടോ എടുക്കുമ്പോൾ ഓടിക്കല്ലേ. അങ്ങനെ നമ്മളിതാ പെട്ടെന്ന് ഒരു 3-4 ഫോട്ടോ എടുത്തിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങളായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് അങ്ങ് പോവാണ്. ആർ യു എക്സൈറ്റഡ്? Not that much. ഇത് ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഞാനും മോളും ഒരു പോസ് ചെയ്യാൻ നോക്കിയത്. ഞാൻ മേടിച്ച എന്ത് ഡ്രസ്സും എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഡ്രസ്സ് നല്ലതാണ്, പക്ഷേ എല്ലാ ഡ്രസ്സും ഞാൻ ഭയങ്കര സിൽക്ക് സ്മിത്ത് ആയിപ്പോയി. കാരണം ഭയങ്കര ചെസ്റ്റ് പോലെ, ഒന്നാമതായിട്ട് ചെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പാറ്റേണും കൂടെ ആയിപ്പോയി. ബട്ട് നല്ലൊരു ഷൂട്ടായിരുന്നു. ഇത് നല്ല മെമ്മറി ആയിരിക്കും. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എത്രയും പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഐ ആം സോ എക്സൈറ്റഡ് ടു യൂസ് ഇറ്റ്. അത് മാത്രമല്ല അമലും അശ്വതിയും വന്നു നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. അപ്പോൾ അതാ പുള്ളിക്കാരത്തിയും മോളും അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചില്ല് ചെയ്താണ് അവിടെ ഇരിക്കുന്നത്, കൈയൊക്കെ പൊക്കി വെച്ച് പാലൊക്കെ കുടിച്ച് വാരൊക്കെ നിറഞ്ഞൊക്കെ ആയിരിക്കുന്നത്. ഇനി ഒരു പ്രശ്നമല്ല ജീവിതത്തിൽ. ലിയന അവിടെ ഇതാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അവനിപ്പോഴും മാറിയോ ആണ് ജീവൻ. അങ്ങനെ അതോ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ബട്ട് ഇന്ന് നല്ലൊരു മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ പോയ സ്ഥലത്ത് മദേഴ്സിന് ഫ്രീ ആയിരുന്നു. കാരണം 10 to 2 ബ്രഞ്ച് എല്ലാ മദേഴ്സ് ഡേയ്സിനും ഫ്രീ ആണ്.
അപ്പോൾ എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല, ബാക്കി എല്ലാവർക്കും പൈസ കൊടുക്കേണ്ടി വന്നു. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഇത് ഒരു ഡിഫറെൻറ്റ് മദേഴ്സ് ഡേ ആയിരുന്നു, 2 കുട്ടികളും ഉണ്ട് കൂടെ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. എന്തായാലും നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.